വയനാട് ജില്ലയിലെ 3 നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടെണ്ണത്തിലും വ്യക്തമായ ഭൂരിപക്ഷമാണ് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി നേടിയത്. 9000-ൽ-അധികം വോട്ടുകളുടെ ഭൂരിപക്ഷം മാനന്തവാടി, സുൽത്താൻ ബത്തേരി മണ്ഡലങ്ങളിൽ ലഭിച്ചു. കൽപ്പറ്റയിൽ MA ഷാനവാസിന് നേടാനായത് 1000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രം. 2009 തിരഞ്ഞെടുപ്പിൽ ഈ 3 മണ്ഡലങ്ങളും വ്യക്തമായ ഭൂരിപക്ഷം ഷാനവാസിന് ലഭിച്ചിരുന്നു. ഏറനാട് മണ്ഡലമാണ് ഷാനവാസിനെ കാര്യമായി കാത്തത്. 19000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഈ മണ്ഡലം നൽകി. വണ്ടൂരിൽ നിന്ന് ലഭിച്ചത് 13000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. ഇതാണ് ഷാനവാസിനെ ഇത്തവണ വിജയത്തിലേക്ക് നയിച്ചതും. വയനാട് ജില്ലയിലെ ജനങ്ങളുടെ പ്രതിഷേധം തിരിച്ചറിഞ്ഞുവെന്നും ഇനിയുള്ള പ്രവർത്തനങ്ങൾ ജനവിധിയെ മാനിച്ചുകൊണ്ടായിരിക്കുമെന്നും ഷാനവാസ് പറയുന്നു. രാത്രികാല ഗതാഗത നിരോധനമാണെങ്കിലും റെയിൽവേ ആണെങ്കിലും അതുപോലത്തെ ചില പ്രശ്നങ്ങളിൽ ജനങ്ങൾക്ക് ഒരുപാട് അവരെ സംബന്ധിച്ചിടത്തോളം അതിന് ഒരുപാട് അവർ കാത്തിരുന്നു. അത് നടക്കാത്തതിലുള്ള വിഷമം അവർക്കുണ്ട്. അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യണം. ജനങ്ങളുടെ വികാരത്തെ മാനിക്കുന്നു, ജനങ്ങളുടെ വിധിയെ മാനിക്കുന്നു. വിജയം സാങ്കേതികമായി അംഗീകരിക്കുന്നുവെങ്കിലും LDF ഉയർത്തിയ ജനകീയ പ്രശ്നങ്ങളോട് ജനങ്ങൾ അനുകൂലമായി പ്രതികരിച്ചതാണ് ഷാനവാസിന്റെ ഭൂരിപക്ഷം ഇത്രയേറെ കുറയ്ക്കാൻ കാരണമായതെന്ന് LDF സ്ഥാനാർത്ഥി സത്യൻ മൊകേരി പറയുന്നു. പ്രത്യേകിച്ചും വയനാട്ടിലെ വോട്ടർമാർ LDF-നൊപ്പം തന്നെ നിന്നു. ജയം തന്നെയാണ്. ഡെമോക്രസിയിൽ ജയിച്ചു. പക്ഷേ ജനങ്ങൾ ഈ വലിയ ഭൂരിപക്ഷമുള്ള UDF-ന്റെ ഈ ശക്തി കേന്ദ്രത്തിൽ നിന്ന് അവരുടെ ജനദ്രോഹപരമായ നയങ്ങൾക്കെതിരായി നന്നായി പ്രതികരിച്ചിട്ടുണ്ട്. ആ പ്രതികരണം ജയത്തിലെത്തിയില്ല എന്നുള്ളത് വേറൊരു കാര്യമാണ്. അതിപ്പോൾ ഡെമോക്രസിയിൽ ഒരു വോട്ട് കൂടുതലായാലും ജയിക്കും. പക്ഷേ ആ പ്രതികരണം ജയത്തിലെത്തിയിട്ടില്ല എന്നുള്ളത് ഒരു ശരിയായ കാര്യമാണ്. പക്ഷേ ജനങ്ങൾ നന്നായി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. BJP സ്ഥാനാർത്ഥി PR രശ്മിനാഥിന്റെ പ്രകടനവും വയനാട് മണ്ഡലത്തിൽ എടുത്തു പറയേണ്ടതാണ്. 31,687 വോട്ടുകളാണ് 2009-ൽ BJP നേടിയതെങ്കിൽ ഇത്തവണ ഇത് 80,752 ഉയർത്താൻ രശ്മിനാഥിനായി. സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച PV അൻവർ നേടിയ 37,123 വോട്ടുകളും വയനാട് മണ്ഡലത്തിലെ ജയപരാജയങ്ങളിൽ നിർണായകമായി. UDF-ന്റെ ഉറച്ച മണ്ഡലമായിരുന്നു വയനാട്. എന്നാൽ UDF സ്ഥാനാർത്ഥി MA ഷാനവാസിന് ഇത്തവണ ജയിക്കാൻ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വന്നു. ക്യാമറ പേഴ്സൺ അനിലം ബഷീറിനൊപ്പം മനേഷ് മൂർത്തി, മീഡിയ 1, വയനാട്.